കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ ഒന്നാമത്തെ ചാപ്റ്റർ ബ്ലൂമിംഗ് ആൻഡ് സ്പ്രൗട്ടിംഗ് എന്ന് പറയുന്ന പാഠത്തില് ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. ഒരു പിക്ചർ തന്നിട്ട് ആ പിക്ചർ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. Now look, what are the objects seen in the picture? നിങ്ങൾ ഈ പിക്ചറിൽ എന്തൊക്കെ സാധനങ്ങളാണ് കാണുന്നത്? What are the objects seen in the picture? ഇതിന് കുറെ സാധനങ്ങൾ കാണുന്നുണ്ട് അല്ലേ? Ant, table, kite, cat, mango plant, bucket, coconut plant, computer, a rock, fish, a glass, a plant, pumpkin. There are so many things, so many objects. Now look here, pick out the living and non-living things in it. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിന്നും ലിവിങ് തിങ്സിനെയും നോൺ ലിവിങ് തിങ്സിനെയും നിങ്ങൾ വേർതിരിക്കണം. What's the mean living things? Living things means ജീവനുള്ള വസ്തുക്കൾ. Living things means ജീവനുള്ള വസ്തുക്കൾ. What is the non-living things? Non-living things means ജീവനില്ലാത്ത വസ്തുക്കൾ. Now look here, in this picture there are living things and there are non-living things. ഇതിൽ നിന്നും ജീവനുള്ള വസ്തുക്കളുമുണ്ട്, ജീവനില്ലാത്ത വസ്തുക്കളുമുണ്ട്. You find out living things and non-living things from this picture and tabulate here. ഇവിടെ നിങ്ങൾ ജീവനുള്ളവയും ജീവനില്ലാത്തവയും ഈ ടാബിളിൽ കൊടുക്കണം, ടാബിളിൽ എഴുതണം എന്നാണ് പറയുന്നത്. Now we can classify this picture, this objects to living thing and non-living things. Okay, let's try. Let's write here living things. Living things. Living things means ജീവനുള്ള വസ്തുക്കൾ. Write here non-living things. Non-living things. ജീവനുള്ളത്, ജീവനില്ലാത്തവ. Now listen here. What is this? This is an ant. Ant is a living thing. Now let's write here ant. Second one is table. Table is non-living thing. Right here table. Non-living thing. What is this? It's a kite. Kite is non-living thing. Non-living things, kite. Cat. Cat is living thing. Cat. This mango plant. Mango plant. Mango plant is living thing. Mango plant. Mango plant is living thing. Next one is bucket. Bucket is non-living thing. Bucket. Third one is coconut. Coconut is living thing. Next is computer. Computer is non-living thing. Computer. Third one is rock. Rock is non-living thing. Rock is non-living thing. Next is fish. Fish is living thing. Fish. Fish. Next one is glass. Glass is non-living thing.
Last one is pumpkin. Pumpkin is living thing. Pumpkin. Now read this. Living things. Living things are ant, cat, mango plant, coconut, fish, pumpkin. These are living things. Now here, look here. Now non-living things. Non-living things are table, kite, bucket, computer, rock, and grass. These are non-living things. These are living things. Now look, is coconut and mango tree living things? ഈ കോക്കനട്ട് ട്രീയും മാംഗോ ട്രീയും അതുപോലെ തന്നെ പംകിൻ പ്ലാന്റ് ഇവ ലിവിങ് തിങ്സുകളാണോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അങ്ങനെയാണെന്ന്? എന്താണ് ഇത് ലിവിങ് തിങ്സ് ആണ് എന്ന് പറയാൻ കാരണം? നമുക്കറിയാം ആണ്ട് ലിവിങ് തിങ്സ് ആണ്, കാറ്റ് ലിവിങ് തിങ്സ് ആണ്, ഫിഷ് ലിവിങ് തിങ്സ് ആണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നമുക്ക് എങ്ങനെയാണ് ഈ മാംഗോ ട്രീയെയും കോക്കനട്ട് ട്രീയെയും പംകിനെയും ഒക്കെ നമ്മുടെ ലിവിങ് തിങ്സിലെ ജീവനുള്ള വസ്തുക്കളിൽ നമ്മൾ എങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നത്? വാട്ട് ഇസ് ദി പെക്യുലിയാരിറ്റീസ് ഓഫ് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്? തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കണം. വാട്ട് ഇസ് ദി പെക്യുലിയാരിറ്റീസ്? എന്താണ് ലിവിങ് തിങ്സിന്റെ പ്രത്യേകതകൾ? എന്താണ് നോൺ ലിവിങ് തിങ്സിന്റെ പ്രത്യേകതകൾ? ഇത് നമുക്ക് അറിയണം. ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ലിവിങ് തിങ്സ് ആണോ അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. വാട്ട് ഇസ് ദി പെക്യുലിയാരിറ്റീസ് ഓഫ് ലിവിങ് തിങ്സ്? എന്താണ് ലിവിങ് തിങ്സിന്റെ പെക്യുലിയാരിറ്റീസ്, അതിന്റെ പ്രത്യേകതകൾ? ലിവിങ് തിങ്സ് വിൽ ഗ്രോ. ലിവിങ് തിങ്സ് വിൽ ഗ്രോ. ലിവിങ് തിങ്സുകൾ വളരും. ലിവിങ് തിങ്സ് വിൽ റെസ്പോണ്ട്. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ലിവിങ് തിങ്സ് പ്രതികരിക്കും, പ്രതികരണം ഉണ്ടാകും, തൊട്ടാൽ പ്രതികരണം ഉണ്ടാകും. ലിവിങ് തിങ്സ് വിൽ ടേക്ക് ഫുഡ്. ലിവിങ് തിങ്സുകൾ ഭക്ഷണം, ആഹാരം ആവശ്യമുണ്ട് അവർക്ക്. ലിവിങ് തിങ്സ് വിൽ ഡൈ. അത് നശിച്ചു പോകും, മരിച്ചു പോകും, ഇല്ലാതായി പോകും. ലിവിങ് തിങ്സ് ക്യാൻ മൂവ് വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തേക്ക് ലിവിങ് തിങ്സിന് മൂവ് ചെയ്യാൻ കഴിയും. ലിവിങ് തിങ്സ് വിൽ റെസ്പയർ. അത് ശ്വസിക്കും, റെസ്പിറേഷൻ ഉണ്ടാകും, ശ്വസനം ഉണ്ടാകും. ആൻഡ് അതർ ഇമ്പോർട്ടന്റ് പെക്യുലിയാരിറ്റീസ് ഓഫ് ലിവിങ് തിങ്സ് ഈസ് ന്യൂ വൺസ് ആർ ഫോംഡ്. ലിവിങ് തിങ്സ് ന്യൂ വൺസ് ആർ ഫോംഡ്. വേറെ ഒന്നിനെ അതുണ്ടാക്കും. ഇത്രയും കാര്യങ്ങളാണ് ലിവിങ് തിങ്സിന്റെ പെക്യുലിയാരിറ്റീസ്, പ്രത്യേകതകൾ. എന്നാൽ നോൺ ലിവിങ് തിങ്സിന് നമ്മൾ ആ പറഞ്ഞതൊന്നും ഉണ്ടാകുകയില്ല. ഡു നോട്ട് ഗ്രോ, ഡു നോട്ട് റെസ്പോണ്ട്, ഡു നോട്ട് ടേക്ക് ഫുഡ്, ഡു നോട്ട് ഡൈ, ഡു നോട്ട് റെസ്പിയർ, ഡു നോട്ട് പ്രൊസ്യൂഡ് ന്യൂ വൺ. വേറൊന്നും ഉണ്ടാക്കൂല. ഡു നോട്ട് മൂവ് വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തേക്ക് അത് നീങ്ങിപ്പോകുകയും ഇല്ല, ചലിക്കുകയും ഇല്ല. അപ്പം what is the peculiarities of mango tree and coconut tree and pumpkin? എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞ് ഒന്നുകിൽ അത് ഗ്രോ, വിൽ ഗ്രോ, അത് വളരും. വിൽ റെസ്പയർ, അത് ശ്വസിക്കും. എന്താണ്? വിൽ ടേക്ക് ഫുഡ്, അതിന് വാട്ടറും അതുപോലെ തന്നെ അതിന്റെ മാനറും വളമൊക്കെ അതിന്റെ ഫുഡാണ്, അതെടുക്കും. അങ്ങനെ പ്രൊഡ്യൂസ് ന്യൂ വൺ, പുതിയൊന്നിനെ ഉണ്ടാക്കും. ഇതൊക്കെ ചെയ്യുന്നതാണ് ഇത്. അതുകൊണ്ടാണ് ഇവ ലിവിങ് തിങ്സിൽ പെട്ടത്. മറ്റു ജീവികളെ മാതിരി തന്നെ ഇവയും പുതിയൊന്നിനെ ഉണ്ടാക്കുകയും പ്രതികരിക്കുകയും അതുപോലെ തന്നെ ശ്വസിക്കുകയും അതുപോലെ തന്നെ ഫുഡ് ആവശ്യമുണ്ടാവുകയും വളരുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ചെടികളും ഈ പ്ലാന്റ്സുകളും ലിവിങ് തിങ്സിലേക്ക് വരാൻ കാരണം. ഇനി നമുക്ക് അതിന്റെ പെക്യുലിയാരിറ്റീസ് ഒന്ന് എഴുതി പഠിക്കാം. ഓക്കെ, ലെറ്റ്സ് ട്രൈ. പെക്യുലിയാരിറ്റീസ് of living things. Living things in the peculiarities of non-living things. Non-living
living things. ഓക്കെ, നമുക്ക് എഴുതാം ഗ്രോ. വിൽ ഗ്രോ എന്ന് എഴുതാം, ഗ്രോ എന്ന് എഴുതാം. പറഞ്ഞാൽ ചുരുക്കിയാണ് എഴുതുന്നത്. ഗ്രോ, അവ വളരും. ടേക്ക് ഫുഡ്, ടേക്ക് ഫുഡ്, അതിന് ഭക്ഷണം വേണം. റെസ്പോണ്ട്, അത് പ്രതികരിക്കും. വിൽ റെസ്പോണ്ട്. വിൽ ഡൈ, ഡൈ അത് ഇല്ലാതായി പോകും. വിൽ മൂവ്, ക്യാൻ മൂവ്, അത് ചലിക്കും. അതുപോലെ തന്നെ വിൽ റെസ്പയർ, റെസ്പയർ, റെസ്പയർ മീൻസ് ശ്വസിക്കും. ന്യൂ വൺസ് ആർ ഫോംഡ്, ന്യൂ വൺസ് ആർ ഫോംഡ്, ഒന്നിനെ വേറൊന്നിനെ ഉണ്ടാക്കും. ദീസ് ആർ പെക്യുലിയാരിറ്റീസ് ഓഫ് ലിവിംഗ് തിങ്സ്. ഗ്രോ, ടേക്ക് ഫുഡ്, റെസ്പോണ്ട്, ഡൈ, മൂവ്, റെസ്പയർ ആൻഡ് ന്യൂ വൺ ആർ ഫോംഡ്. Now let's write peculiarities of non-living things. Let's write do not grow, grow, do not grow. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. Do not grow, വളരുകയില്ല. Do not take food, do not food, do not take food. Do not respond, do not respond, അത് പ്രതികരിക്കുകയില്ല. ഡു നോട്ട് ഡൈ, ഡു നോട്ട് ഡൈ, അത് നശിക്കുകയില്ല. ഡു നോട്ട് മൂവ്, ഡു നോട്ട് മൂവ്, അത് നീങ്ങി എവിടേക്ക് പോവുകയില്ല. ഡു നോട്ട് റെസ്പയർ, ഡു നോട്ട് റെസ്പയർ, അത് ശ്വസിക്കുകയില്ല. ഡു നോട്ട് പ്രൊഡ്യൂസ് ന്യൂ വൺ, ഡു നോട്ട് പ്രൊഡ്യൂസ് ന്യൂ വൺ, വേറെ ഒന്നിനെ അതുണ്ടാക്കുകയില്ല. ഇത്രയുമാണ് പെക്യുലിയാരിറ്റീസ് ഓഫ് നോൺ ലിവിംഗ് തിങ്സ്. സോ നിങ്ങൾ നന്നായി ഇത് പറഞ്ഞ് എഴുതി പഠിക്കണം. അങ്ങനെ ലിവിംഗ് തിങ്സിന്റെയും നോൺ ലിവിംഗ് തിങ്സിന്റെയും പ്രത്യേകത നിങ്ങൾ വായിച്ച് എഴുതി പഠിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കൊണ്ടു കാണാം. അതുവരെ ബൈ.